ഈ എൻഗേജ്മെൻറ്റും വെഡിങ്ങും ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണല്ലോ. എല്ലാവരും ഈ പ്രൈസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അധികം ആരും ഈ ഒരു കാര്യത്തിന് മുതിരാത്തത്. അപ്പോൾ എന്നോട് എപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് ഇൻബോക്സിൽ, ഇതേപോലെ ചേച്ചി ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും, ഒരുപാട് റേറ്റ് ആവുമോ എന്നൊക്കെ. നമുക്ക് ഒരുപാട് റേറ്റിൽ, അതായത് നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ അനുസരിച്ചാട്ടോ റേറ്റ് പോകുന്നത്. അതായത് നോർമൽ വാനില കേക്ക് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണെങ്കിൽ അധികം റേറ്റും കാര്യങ്ങളൊന്നും ആവാറില്ല. പക്ഷേ അതിൽ കൂടുതൽ ഇപ്പം ബട്ടർ സ്കോച്ച് ആണെങ്കിലും അതേപോലെ റേറ്റ് കൂടിയ കേക്കുകളൊക്കെ എടുക്കുന്ന സമയത്തും അതിനനുസരിച്ച് ആ കേക്കിൻ്റെ റേറ്റ് പ്ലസ് വർക്കിൻ്റെ റേറ്റും കൂടെ ആവാറുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് 5 ആയിരുന്നു കേട്ടോ. ആളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ചാട്ടോ നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോൾ കേക്ക് വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളന്നേരം കേക്ക് 1 kg ചോക്ലേറ്റ് കേക്കായിരുന്നു പ്ലസ് ടോൾ കേക്കിൻ്റെ റേറ്റ്. അതായത് 150 ആട്ടോ. ഞാൻ 1 kg കേക്ക് റേറ്റിൻ്റെ കൂടെ 150 കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ 150 എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മുടെ ടോപ്പർ റേറ്റ്, അതെല്ലാം നമ്മൾ കേക്കിൻ്റെ എന്തെല്ലാം എക്സ്ട്രാ പുറത്തുനിന്ന് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം റേറ്റ്, പിന്നെ ബോക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോൾ ബോക്സ് ആണ് വേണ്ടത്. അപ്പോൾ ടോൾ ബോക്സിൻ്റെയും കൂടെ റേറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ കേക്ക് കൊടുക്കുന്നത്. നോർമൽ വാനില കേക്ക് ഒക്കെ ആണെങ്കിൽ 600 പ്ലസ് 150 അത്രേ ആവാറുള്ളൂ. അപ്പോൾ അടുത്ത വെഡിങ്ങും എൻഗേജ്മെൻറ്റും ഒക്കെ ഉള്ള അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.